ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗ് എന്ന് പറയുന്നത് എങ്ങനെ ഒരു ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ്. കാറിലല്ല കേട്ടോ, ബൈക്കില്. വെൽക്കം ബാക്ക്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു ഒരു ബൈക്ക് ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യുക എന്നതാണ് ഇന്നത്തെ എന്റെ വ്ളോഗ്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത്, അതായത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് വണ്ടി കണ്ടീഷൻ ആണോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അതായത് ടയർ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാവാൻ പാടില്ല, പിന്നെ ചെയിൻ ലൂപ്പിംഗ് ഒക്കെ കുറച്ച് അത്യാവശ്യം നല്ല പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം, പിന്നെ ഈ ചെറിയ എഞ്ചിൻ പണികളൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വണ്ടിയെ കുറിച്ചൊന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 2, ഇപ്പൊ നമ്മൾ പോകുന്ന സ്ഥലം. അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പോകണം, ഇത്ര സമയത്ത് എത്തണം, അവിടെ ഇത്ര സമയത്ത് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ ഒരു പ്ലാനിങ് നിങ്ങൾ എന്തായാലും ഒന്ന് കുറയ്ക്കുക. കാരണം ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ആ സ്ഥലത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ എത്താൻ പറ്റിയെന്നില്ല. ചിലപ്പോൾ ട്രാഫിക് പ്രോബ്ലം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വെതർ കണ്ടീഷനിലെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടോ നിങ്ങൾക്ക് ആ സമയത്ത് എത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ ഭയങ്കര ധൃതി പിടിച്ച് ചാടി പിടിച്ച് വണ്ടി സ്പീഡും കൂട്ടി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ ടൈമോ അങ്ങനെ ഒന്നും ചൂസ് ചെയ്യാതിരിക്കുക. അതായത് റൈഡ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഭയങ്കര ആസ്വദിച്ച് വേണം നമുക്കൊരു റൈഡ് പോകാനായിട്ട്. അപ്പൊ നമ്മൾ അതിനൊരു ടൈമിംഗ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു റൈഡിങ്ങിന് ഒരു കംഫർട്ട് നമുക്ക് കിട്ടില്ല. സ്റ്റെപ്പ് നമ്പർ 3, ഡെസ്റ്റിനേഷനെ കുറിച്ച് പറഞ്ഞു. ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുന്ന സ്ഥലം, നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു സ്ഥലം മാത്രം ടാർഗറ്റ് ചെയ്യാതിരിക്കുക. അതായത് നിങ്ങൾ പോകുന്ന വഴിയിൽ വേറെ കുറെ സ്ഥലങ്ങൾ കാണാനുണ്ടാവും. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയിട്ട് വേണം നിങ്ങൾ മെയിൻ ആയിട്ടുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ എത്താനായിട്ട്. കുറച്ച് ടൈം വൈകിയാലും നിങ്ങളുടെ റൈഡ് കുറച്ചും കൂടി അടിപൊളിയാക്കും. ബൈക്കിൽ പോകുന്നവർക്കാണെങ്കിൽ ഇത് കുറച്ചും കൂടി രസമായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ പോകുന്നത് പോലെ മൂന്നാർ പോയി, മൂന്നാർ ജസ്റ്റ് ഒന്ന് കണ്ടു. ഈ പോകുന്ന വഴിക്കും ഉണ്ടാവും നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. മൂന്നാർ എത്തിക്കഴിഞ്ഞാലും അതിന്റെ ചുറ്റുവട്ടത്തായിട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ടാവും. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. വളരെ ചെറിയ പ്ലേസ് ആയിരിക്കും, പക്ഷെ അത് അത്രയും പേര് അറിയാത്തതായിരിക്കും. പക്ഷെ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആ വഴിയിലൂടെ ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ അത് മറ്റു പലർക്കും നിങ്ങൾ പോയ റൈഡിനെ കുറിച്ച് പറയും. ആ സ്ഥലം കൂടി കണ്ടാലോ എന്നൊരു തോന്നല് ഓട്ടോമാറ്റിക്കലി അവർക്കും വരും. അത് പുതിയൊരു സ്ഥലം അത് വേറൊരാൾക്ക് എത്തിക്കുന്നതും കൂടിയാവും. നിങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു, ഒരു സ്ഥലം ചൂസ് ചെയ്തു, പിന്നെ അത് എത്ര ദിവസത്തെയാണെന്ന് നിങ്ങൾ ഒന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ 2 ദിവസത്തെ ആയിരിക്കാം, ചിലപ്പോൾ 3 ദിവസത്തെ ആയിരിക്കാം, ചിലപ്പോൾ ഒരാഴ്ചത്തെ ആയിരിക്കാം. ഇത്ര ദിവസത്തെ ആണെങ്കിലും നിങ്ങൾക്ക് അത് ഒരു ബാഗ് പാക്കിംഗ് ഉണ്ടാവും. നിങ്ങളുടെ പേഴ്സണലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചാർജർ, മൊബൈല് ചാർജർ, പവർ ബാങ്ക്, പിന്നെ ഡ്രസ്സ്, പിന്നെ ക്യാമറ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടാവും. ഈ കുറച്ച് ഐറ്റംസ് കൂടാതെ വേറെ നിങ്ങൾ ചിലപ്പോൾ ബൈക്കിൽ ഉപയോഗിക്കുന്ന ജാക്കറ്റ് ഉണ്ടാവും, ഷൂ ഉണ്ടാവും, ഗ്ലൗസ് ഉണ്ടാവും, അങ്ങനെ കുറെ ഐറ്റംസ് സെപ്പറേറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ലഗേജ് ഭയങ്കര ബൾക്കി ആയിട്ട് വരും. അപ്പൊ നമ്മുടെ ദിവസത്തിനനുസരിച്ചുള്ള ഒരു കറക്റ്റായിട്ട് ഒരു പ്രോപ്പർ പാക്കിംഗ് നിങ്ങൾ മുമ്പ് എന്തായാലും ഒരു തീരുമാനിച്ച് സെറ്റ് ചെയ്തിരിക്കണം. കാരണം നമ്മൾ റൈഡ് പോകുമ്പോൾ വണ്ടിയുടെ പുറകിൽ ചിലപ്പോൾ കെട്ടിവെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ പുറകിലിരിക്കുന്ന ആളായിരിക്കും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ അവനും വേറെ ബാഗ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം കൂടി ഒറ്റ ബാഗിലാക്കുന്നതായിരിക്കും ഏറ്റവും ബുദ്ധി. അപ്പോൾ നമ്മളെല്ലാം കൂടി ഒറ്റ ബാഗിലാക്കും. പിന്നെ അവൻ മാത്രം ആ ബാഗിലിരിക്കുന്നവൻ ചിലപ്പോൾ ചുമന്നുകൊണ്ടിരിക്കണം, ചിലപ്പോൾ അത് പുറകിൽ കെട്ടുന്നുണ്ടെങ്കിലും അതൊരു അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾ ഒരു ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുമ്പോൾ ആ സ്ഥലത്ത് പോകാൻ എത്ര ദിവസമാണെന്ന് പ്ലാൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു പാക്കിംഗ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഡ്രസ്സൊക്കെ കുറച്ച് വെക്കുമ്പോൾ, അതായത് ഷൂവിനനുസരിച്ചുള്ള പാൻറ് ഒരു 10 എണ്ണം, പിന്നെ ഷൂവിനനുസരിച്ചുള്ള ഷർട്ട്, പിന്നെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ പോവാൻ മാറ്റി വെക്കാൻ ഗ്ലാസ്, അങ്ങനെയൊന്നും ചൂസ് ചെയ്യാതെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം കരുതുക. പിന്നെ മെയിൻ ആയിട്ട് പവർ ബാങ്ക് യൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ബൈക്കിൽ പോകുമ്പോൾ ചിലപ്പോൾ മൊബൈലായിരിക്കും ഷൂട്ട് ചെയ്യേണ്ടത്, ചാർജ് തീർന്നു പോകാൻ സാധിക്കും. ഒരു സിറ്റുവേഷൻ ആയിട്ട് എന്തെങ്കിലും ടയർ പഞ്ചറായിട്ട് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കാനോ കോൾ ചെയ്യാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു പവർ ബാങ്ക് ചാർജ് ചെയ്ത് കരുതുന്നത് റൈഡിങ്ങിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ATM കാർഡ് നിങ്ങൾ കൈ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കാശ് എടുത്ത് എപ്പോഴും പേഴ്സിൽ കൈ വെക്കേണ്ടത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു
ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഒരു ATM കാർഡോ ഒരു ATM സ്റ്റേഷനോ ഒന്നും കാണില്ല. അപ്പോഴായിരിക്കും വണ്ടിക്ക് പഞ്ചർ പറ്റി എന്തെങ്കിലും ഉണ്ടാവാന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ തൊട്ടടുത്ത് നമ്മളൊരു ബോർഡ് കാണും, പഞ്ചർ ഇവിടെ ഈ സമയത്ത് ഇപ്പൊ വിളിക്കുക ഇന്ന നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ടോ. നിങ്ങൾ വിളിച്ച അവർ വന്ന് അവരിപ്പോ ഇത് കഴിയുമ്പോൾ കയ്യിൽ കൊടുക്കാൻ കാശോ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ കയ്യിൽ കൊടുക്കാൻ കാശ് വേണ്ടേ. അതിലാണ് നമ്മൾ കുറച്ച് കാശ് നമ്മൾ എപ്പോഴും കയ്യിൽ വരുത്തണം. അതായത് അത് വിചാരിച്ച് ATM-ലുള്ള കാശ് മൊത്തം എടുത്ത് കൈവയ്ക്കാൻ നല്ലതല്ല, കുറച്ച് കാശ് കൈവയ്ക്കണം. അതൊരു നല്ലൊരു ഇതായിരിക്കും. കാരണം ഒരു നല്ലൊരു പോയിന്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ATM എപ്പോഴും നമ്മളിൽ കുറച്ച് കാശ് നമ്മൾ കയ്യിൽ വെക്കണം എന്ന് പറഞ്ഞു. അതിന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോവുകയാണ്, നല്ല വലിയൊരു ഹൈവേയുടെ ഭാഗത്ത് പെട്ടു. അപ്പോഴാണ് നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും ട്രബിൾ ഉണ്ടായത്. പിന്നെ നമ്മുടെ അവിടെ നിന്ന് ചിലപ്പോൾ ചില മെക്കാനിക്കൽ വിളിച്ചു വന്ന് വണ്ടി അവിടെ നോക്കി ചില പൊടിക്കൈകളൊക്കെ ചെയ്താൽ വണ്ടി ശരിയാവുന്നുണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് വീണ്ടും വണ്ടി എടുത്ത് പോയി ATM ചെക്ക് ചെയ്ത് തപ്പി പിടിച്ച് തിരിച്ച് അത്രയും ദൂരം വന്ന് പുള്ളിക്കും കൊടുത്ത് ഉള്ള ഒരു സിറ്റുവേഷൻ കളയാന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ടെസ്റ്റ് ചെയ്യാന്നായിരിക്കും. ചില സമയത്ത് ഈ ചുരം കയറുമ്പോൾ മൊബൈൽ റേഞ്ചോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ടെസ്റ്റ് ചെയ്യുന്നതോ നെറ്റ് ബാങ്കിങ്ങോ ഒന്നും വർക്കാവില്ല. അതുകൊണ്ടാണ് ATM-ൽ നിന്ന് നമ്മൾ കുറച്ച് കാശ് എടുത്ത് കൈ വെക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ട്രിപ്പ് പോകുമ്പോൾ ഇത് പറയാൻ ഞാൻ മറന്നുപോയി. എപ്പോഴും ഹെൽമെറ്റും ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കൂടി കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ നമ്മൾ ഇൻ കേസ് വണ്ടി ഒന്ന് തെന്നി വീണ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മുടെ അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ ഇങ്ങനത്തെ ഷൂവോ പിന്നെ നമ്മുടെ ലൈഫിൽ ഹാൻഡ് പാഡോ ഗ്ലൗസോ ഒക്കെ കുറച്ചും കൂടി നമ്മുടെ മുറിവുകളൊക്കെ കുറച്ച് കുറയ്ക്കും. അതായത് നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ അത് ചുരം കയറുകയാണ്, അത് MotoGP പോലെ വണ്ടി കിടത്തിയും ചെരിച്ചൊക്കെ ട്രിപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ കിടന്ന് തന്നെ വേറെ വണ്ടിക്ക് വേണ്ടി തിരിച്ചു വരാൻ പറ്റും. അപ്പൊ അങ്ങനെയൊന്നും പോവാതിരിക്കുക. വണ്ടിയിൽ ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് മൂന്നാർ ചുരം കയറി പോവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അത്യാവശ്യം നല്ല സ്ലോയില് ഒരു 60 കിലോമീറ്ററിലൊക്കെ കയറി പോകുന്നുണ്ടെങ്കിൽ ഒരു 70 കിലോമീറ്റർ 80 കിലോമീറ്ററിലൊന്നും 90 കിലോമീറ്റർ ഇങ്ങനെ കയറ്റി പോവാം. അതായത് ഒരു മിനിമം സ്പീഡിൽ പോവാനായിട്ട് ശ്രമിക്കുക. കൂടെയുള്ള ആളെ എപ്പോഴും കാണത്തക്ക രീതിയിൽ, ഇപ്പൊ നിങ്ങൾ 5 പേര് 6 പേര് പോകുന്നുണ്ടെങ്കിൽ കൂടെയുള്ള ഒരു ആളെ നിങ്ങളുടെ ഒരു ലൈനായിട്ട്, അതായത് താറാവൂട്ടം പോണോണം ഒരു കൂട്ടം പോകാതെ ഒരു ലൈനായിട്ട് ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ട് തൊട്ട് ബാക്കിൽ ആളെ കാണുന്ന രീതിയിൽ എപ്പോഴും റൈഡ് പോകാൻ ശ്രമിക്കുക. കാരണം ഒരാളെ മിസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ അവൻ വഴിതെറ്റി വഴി അറിയാത്ത ഒരാളാണ്, അവന് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വഴിതെറ്റിപ്പോയി അവൻ എവിടെയെങ്കിലും പെട്ട് പിന്നെ അവനെ വിളിച്ച് റേഞ്ചില്ലാത്ത ഏരിയ ആണെങ്കിൽ അവന് വിളിക്കാൻ പറ്റില്ല. പിന്നെ അവനെ കാത്തു നിൽക്കണം, അവൻ തപ്പി നമ്മുടെ അടുത്ത് വരണം, നമ്മൾ അവൻ അവിടെ എത്തുമെന്ന് വിചാരിക്കും. അങ്ങനെ ഭയങ്കര ടെൻഷൻ നമ്മുടെ മനസ്സിൽ ഫുള്ളായിട്ട് ഇങ്ങനൊരു ട്രിപ്പിൽ വരും. കാറിലാണെങ്കിൽ നമുക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് പോകണതാണ്, നമ്മളെപ്പോഴും ഒരുമിച്ച് തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാവില്ല. ബൈക്കിലാവുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അടുത്തത് എന്ന് പറയുമ്പോൾ നിങ്ങൾ അക്കോമഡേഷൻസ്, അതായത് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം ചൂസ് ചെയ്യുന്നതായിരിക്കും. ഒരിക്കലും നമ്മൾ ചെറിയൊരു സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ലൊരു റിസോർട്ട് നമ്മളിപ്പോൾ മല കയറി പോയി കഴിഞ്ഞാൽ അവർ നിന്നെ പരമാവധി പറ്റിക്കാൻ നോക്കും. ഇവിടെ പാർക്കിംഗ് ഉണ്ട്, ഇവിടെ വൈഫൈ ഉണ്ട്, ഇവിടെ അതുണ്ട് ഇതുണ്ട്, അവിടെ തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ അവർ പറയും. പിന്നെ അടുത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കോമഡേഷൻ കിട്ടില്ല, ഒരു സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലമില്ല എന്നൊക്കെ ചിലവരൊക്കെ പറയും. അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അവിടുത്തെ ഡെസ്റ്റിനേഷനിൽ അവിടുത്തെ സ്ഥലങ്ങളെ കുറിച്ച്, അവിടെ എവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും, എവിടെ റൈഡ് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു മുന്നേ നമ്മുടെ പ്ലാനിങ്ങിൽ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്ലാനിങ്, ഞാൻ മുമ്പ് പറയാൻ വന്നതാണ്, അത് വിട്ടുപോയതാണ്. എപ്പോഴും ഞങ്ങൾ ട്രിപ്പ് പോയതിന്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ഇപ്പൊ എന്തായാലും ഫോട്ടോ പോയിട്ട് അതിന് മുമ്പ് ആ ഫോട്ടോ പോയി കണ്ടിട്ടോ. ഫോട്ടോ കണ്ടില്ലേ? അത് ഞങ്ങൾ നോക്കുന്നത്, ഞങ്ങളൊരു പേപ്പറിൽ ഗൂഗിൾ മാപ്പിൽ പോയി ഞങ്ങൾ പോകുന്ന സ്ഥലം ഒന്ന് സൂം ചെയ്ത് അതൊരു ഫോട്ടോ എടുത്ത് വെച്ചു. എന്നിട്ട് അതിൽ മാർക്ക് ചെയ്തു ഈ പോകുന്ന സ്ഥലങ്ങളിൽ എവിടെയൊക്കെ എന്തൊക്കെ കാണാനുണ്ട് എന്ന് മാർക്ക് ചെയ്ത് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ എത്തിപ്പെട്ടു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോവാൻ ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി. ആ പോകുന്ന വഴിക്ക് കുറെ ചേട്ടന്മാർ ചോദിച്ചു, ചേട്ടാ ഇവിടെ കാണാൻ പറ്റിയ സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടന്മാർ പറഞ്ഞു അവിടെ ഒരു ചെറിയൊരു അരുവിയുണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. നോക്കുമ്പോൾ ഒരു മലയുടെ മുകളിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചെറുതായിട്ടുള്ളൂ, പക്ഷെ നല്ല കാണാൻ ലുക്ക് ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾക്ക് നിങ്ങൾക്ക് പോകുന്ന വഴി കിട്ടും. അപ്പൊ നമ്മൾ ചെറിയ സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ നോക്കുക, പിന്നെ അതിനെക്കുറിച്ച് കുറച്ചൊന്ന് വായിക്കുക. നമുക്കൊരു മുമ്പിൽ ഒരു കോർഡിനേറ്റർ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു നല്ലൊരു കോർഡിനേറ്റർ എനിക്ക് ഉണ്ടായിരുന്നു.
അതുകൊണ്ട് എനിക്ക് അതും കംഫർട്ടായിട്ട് തോന്നി. അപ്പൊ അന്നത്തെ റൈഡ് ഞങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നി. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു ആപ്പോ അങ്ങനത്തെ ഒരു ജസ്റ്റ് ഒരു പേപ്പർ കുറച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും ടീ ചായ കുടിക്കാനോ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചോറ് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ, എന്തെങ്കിലും വെറുതെ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ സമയത്ത്, റൈഡൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഇതാണ്, ഇങ്ങനെ പോകുന്ന വെച്ചൊരു കാഷ്വൽ ടോക്കിൽ തന്നെ അത് പറഞ്ഞു പോകുമ്പോൾ കുറച്ചും കൂടി അടുത്ത സ്ഥലത്ത് പോകാനുള്ള നമുക്ക് ഒരു ഊർജ്ജം കിട്ടി തുടങ്ങും. പിന്നത്തെ കാര്യം, നിങ്ങൾക്ക് ടയേർഡായി എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരു ഹൈവേ നമ്മളിങ്ങനെ ചുരം കയറി വരിക, അപ്പോൾ ചുരത്തിൻ്റെ അവിടെ കുറച്ച് ഗ്യാപ്പൊക്കെ ഉള്ള ഒരു സ്ഥലം എത്തി, വ്യൂ പോയിന്റ് ഒക്കെ ചില സ്ഥലത്ത് ഇപ്പോൾ കൊല്ലിമല പോവുകയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ വണ്ടി നിർത്താൻ പറ്റില്ല എന്നാണ്. പോകുന്ന സമയത്ത് വണ്ടി നിർത്താൻ പറ്റില്ല, കാരണം ചെറിയൊരു റോഡ് പോലെ കയറി 70 ഹെയർ പിന്ന് കയറി പോകുന്ന സ്ഥലമാണത്. അപ്പോൾ നിങ്ങൾക്ക് പോകുന്ന ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് അവിടെ നിർത്തുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാതെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും സ്ഥലം പോവുകയാണെങ്കിൽ ആ ഇപ്പൊ ചുരം കയറുന്നതിന് മുമ്പ് താഴെ ഒരു ടീ ഷോപ്പ് കാണുകയാണ്, അല്ലെങ്കിൽ ഒരു ജ്യൂസിന്റെ ഒരു നല്ലൊരു ഷോപ്പ് കാണുകയാണ്. അപ്പൊ അങ്ങനത്തെ ഡെസ്റ്റിനേഷനിലേക്ക് കയറുന്ന മുമ്പ് നിങ്ങൾക്ക് വണ്ടി നിർത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പ് തന്നെ വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും വെള്ളവും എന്തെങ്കിലുമൊക്കെ കുടിച്ച് കുറച്ച് റിഫ്രഷ് ആവാം, മുഖമൊക്കെ കഴുകുക, ഒന്ന് ഫ്രഷ് ആയിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇത് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്കുള്ളൊരു ക്ഷീണവും ടയർഡ്നെസ് ഒക്കെ മാറ്റാനായിട്ട് ഇത് കുറച്ചും കൂടി ഉപകാരമായിരിക്കും നിങ്ങൾക്ക്. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്റെ ട്രിപ്പിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് ഇത്. അതായത് ഞങ്ങൾ ഇപ്പൊ അച്ചടക്കൊന്നുണ്ടായിരുന്നു, നീ അവിടെ നിൽക്ക്, അവിടെ വണ്ടി പോ, നീ മുമ്പിൽ പോകണം, നീ ബാക്കും, അങ്ങനെയല്ല. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെ പോയി. ഞങ്ങൾ എല്ലാവരും ഒരേ മൈൻഡുള്ള ആൾക്കാരായതുകൊണ്ട് കുറച്ചും കൂടി കംഫർട്ടായി. ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റേജ് എന്ന സ്ഥലം മുൻകൂട്ടി ഒന്ന് നിശ്ചയിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുൻകൂട്ടി ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കുറച്ചും കൂടി കംഫർട്ടായിരിക്കും. നമ്മൾ ബൈക്കിൽ റൈഡ് ചെയ്യുന്ന പോകുന്നവരാണ്, അപ്പൊ നമ്മൾ വണ്ടി ഒന്ന് സേഫ് ആയിട്ട് പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം നമ്മൾ മുമ്പേ നമ്മൾ നെറ്റിലൊക്കെ നോക്കി ചിലപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ഒന്ന് ബൈക്ക് നിർത്തിക്കഴിഞ്ഞാൽ നമുക്കും കുറച്ച് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, കാരണം നമ്മുടെ വണ്ടി സേഫ് ആണെന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. അത് നമുക്ക് പിറ്റേ ദിവസം കഴിഞ്ഞായിട്ട് പോകുന്ന ഒരു റിഫ്രഷും കിട്ടും, നമുക്കൊന്ന് പോകാനായിട്ടുള്ള ഒരു മൈൻഡും വീണ്ടും ഒന്ന് സെറ്റാക്കുക. പിന്നെ എപ്പോഴും മൈൻഡ് നന്നായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഫ്രീ ആയിട്ട് മൈൻഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം വണ്ടി റൈഡ് ചെയ്യാൻ. നമ്മൾ ഇൻ ബിറ്റ്വീനിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു ചിന്തയും പാടില്ല. നമ്മൾ നന്നായിട്ട് നമ്മൾ റൈഡിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി മുഴുകിയിരിക്കണം. അത് വിചാരിച്ച് റൈഡിൽ പോകുമ്പോൾ NH കൂടെ നമ്മൾ പോവുകയാണ്, അപ്പൊ ചുരം കയറുന്നത് ആലോചിച്ചിട്ട് വണ്ടി പോയി കഴിഞ്ഞാൽ വല്ല പാണ്ടിലൂറി നമ്മളെ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെയല്ല, അതായത് നമ്മൾ ഭയങ്കര ശ്രദ്ധ ഉണ്ടാവും നമ്മൾ വണ്ടി പോകുന്നത്. ഇത് ഭയങ്കര ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട്, ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഇൻഡിക്കേറ്റർ ഇടണം. അല്ലാണ്ട് മറ്റേ നമ്മൾ ചിലപ്പോൾ വണ്ടി നമ്മൾ കാറിലൊക്കെ പോകുമായിരിക്കും, നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ കുറച്ച്, അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ വെട്ടി വണ്ടി ഇങ്ങനെ മറച്ചും തെറിച്ചൊക്കെ ഒന്നും റൈഡ് പോകാതിരിക്കുക. അങ്ങനെയൊക്കെ റൈഡ് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ അത് റൈഡ് പോക്കല്ല, അത് വെറുതെ വണ്ടിയിൽ ഇത്ര സ്പീഡ് ഉണ്ട് എന്ന് നാട്ടുകാരെ കാണിക്കാനുള്ള ഒരു പോക്ക് പോലെയാവും. അതുകൊണ്ട് ഭയങ്കര കംഫർട്ടായിട്ട് നല്ല രീതിയിൽ സ്ലോയില് നല്ല ഒരു ഉന്മേഷത്തോടു കൂടി നല്ല എല്ലാവരെയും കണ്ട് പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇപ്പൊ നിങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന റൈഡർ നമുക്ക് വണ്ടി നിർത്തരുന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി അവരുടെ അടുത്ത് പറയണം, ഞാനിങ്ങനെ ഒരു 3 ഹോൺ അടിക്കുക. പിന്നെ മൈൻഡ് സെറ്റ് ചെയ്തത് എങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്ത് നമുക്കൊരു ഷോർട്ടായിട്ട് നമുക്കൊരു ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തൊരു ഷോർട്ടായിട്ട് നമുക്ക് കൊണ്ടുവരാം. അതായത് നമ്മുടെ വണ്ടി എങ്ങനെ കണ്ടീഷൻ ആയിട്ടും നമ്മൾ ചിന്തിക്കണം. പിന്നെ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനെ കുറിച്ച് മുൻപൊരു നമ്മളൊന്ന് അവിടുത്തെ വെതർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ സ്ഥലങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോകണം. പിന്നെ അവിടെ അക്കോമഡേഷൻ ഉണ്ടാവുമോ, സ്ഥലങ്ങൾ ഉണ്ടാവുമോ എന്ന് അന്വേഷിക്കണം. പിന്നെ റൈഡ് പോകുന്നതിന് മുമ്പ് ഇത്ര മണിക്ക് എത്തുന്നുള്ളൊരു ടാർഗറ്റ് പ്ലാനിങ് വെക്കാതിരിക്കുക. അപ്പൊ നമ്മൾ ടാർഗറ്റ് പ്ലാനിങ് വെച്ചാൽ നമ്മൾ ഭയങ്കര സ്പീഡും കൂടി അങ്ങനെ പോകും. ഒരു ടാർഗറ്റ് ഇന്ന ടൈം വെക്കാതിരിക്കുക. ഡെസ്റ്റിനേഷൻ കൊടുക്കുക, പക്ഷെ ഇന്ന ടൈം ഒന്നും കൊടുക്കാതിരിക്കാം. ചിലപ്പോൾ നമുക്ക് ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ നമുക്ക് അത് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവിടെ എത്താനുള്ള ധൃതിപ്പാടായിരിക്കും. അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ വെക്കാതിരിക്കുക. പിന്നെ ആ സ്ഥലത്ത് എപ്പോൾ എത്തണം, എങ്ങനെ പോകണം, എപ്പോ അവിടെ എൻട്രി ഉണ്ടാവും, എപ്പോൾ അവിടെ ക്ലോസ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങളത് അതാണ് ഞാൻ ആ ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ എപ്പോ അവിടെ എത്തണം, എപ്പോൾ അവിടെ എൻട്രി ചെയ്യണം, എപ്പോൾ അവിടെ ക്ലോസ് ആവും, അതിൻ്റെ ഉള്ളിൽ പിന്നെ അത് എപ്പോൾ ഓപ്പൺ ആവും, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നിങ്ങൾ അറിഞ്ഞു വയ്ക്കുക. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ടൈമിംഗ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല. ചിലപ്പോൾ ടൈമിങ്ങിന് പോയി കഴിഞ്ഞാൽ അവിടെ അത്ര സമയത്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രോബ്ലം ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കൃത്യമായിട്ട് ആ ഒരു സമയം നിങ്ങൾ വെക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ തൊട്ട് താഴെയുള്ള സ്ഥലത്തൊക്കെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം കാലത്ത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത് പകൽ പോകേണ്ട സ്ഥലമാണെങ്കിൽ പകല്, അല്ലെങ്കിൽ ഈവനിങ് പോകേണ്ട സ്ഥലമാണെങ്കിൽ അത് ഈവനിങ്, അങ്ങനെ ഒരു ചൂസ് ചെയ്ത് മനസ്സിൽ കൊണ്ടിരിക്കുക. പക്ഷെ അത് ഫുൾ ടൈമിംഗ് കൊടുക്കാണ്ട്
അതായത് കംഫർട്ടായിട്ട് റൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിയൊരു പിറ്റേ ദിവസം ഒരു സമയത്തൊക്കെ ബാക്കി സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ എത്താവുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ ചെയ്താലും അതും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അല്ലാതെ ധൃതി പിടിച്ച് ഒരു സ്ഥലത്തേക്ക് ഓടിക്കറി ചാടിക്കറി പോവാതിരിക്കുക, അതും ഒരു റൈഡിൽ കുറച്ചും കൂടി നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹെൽമെറ്റ് ഗ്ലൗസ് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽമെറ്റ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഗ്ലൗസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ കുറച്ചും കൂടിയും കംഫർട്ടായിരിക്കും, നല്ലതുമായിരിക്കും. പിന്നെ ഡ്രസ്സ് പാക്കിംഗ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വണ്ടിയിൽ ഒരു 50 കിലോ, വീണ്ടും നമ്മൾ വണ്ടിയിൽ നമ്മൾ തന്നെ ഒരു 60-70 കിലോ ഉണ്ട്, വീണ്ടും ഒരാളെയും കൂടി ചൂസ് കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൾ പോകുന്ന പോലെയോ വണ്ടിക്ക് കുറെ വെയിറ്റ്. പിന്നെ നമ്മൾ അത്രയും പോകുന്നു. അതായത് ഇപ്പോൾ ഒരു 50 കിലോന്റെ സാധനം നമ്മൾ രണ്ടുപേരും ഒരാൾക്ക് ഇരിക്കുന്നുണ്ട് ഫ്രണ്ടിൽ, പിന്നെ ഒരു 60 കിലോന്റെ ആൾ പുറകിൽ ഇരിക്കുന്നുണ്ട്, പിന്നെ അവന്റെ പുറകത്ത് ഒരു 60 കിലോന്റെ വേറെ സാധനം ഉണ്ടാവും. അങ്ങനെ ഒരു കെട്ടുകണക്കിന് കൊണ്ടുപോകാതിരിക്കും, കുറച്ചായിട്ട് കൊണ്ടുപോകാം. ആവശ്യമുള്ള സാധനങ്ങൾ പവർ ബാങ്ക് എപ്പോഴും എടുത്ത് വയ്ക്കണം, മൊബൈൽ ചാർജ് ആയിരിക്കണം, പിന്നെ എന്താ പറയുക ഫോട്ടോ എടുക്കാനുള്ള ക്യാമറ ഉണ്ടെങ്കിൽ അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് കെയർ ചെയ്ത് സൂക്ഷിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നല്ലൊരു അക്കോമഡേഷനും കൂടി ചൂസ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ കൂടിയിട്ടായിരിക്കും നല്ലൊരു പെർഫെക്റ്റ് റൈഡ് ആവാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കും. ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും ഒക്കെ കമന്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.